ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പഴയ യൂണിഫോം പിനഫോറും പഴയ ചുരിദാറിൻ്റെ എംബ്രോയ്ഡറിയും കൊണ്ട് നല്ലൊരു പില്ലോ കവർ തയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, പഴയ എംബ്രോയ്ഡറി കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ യൂസ്ഫുള്ളാക്കി മാറ്റാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കയ്യിലുള്ളത് ബ്ലൂ കളർ പിനഫോറും പിന്നെ പഴയ ഒരു ചുരിദാർ ടോപ്പുമാണ്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തരാം. അതായത് നമുക്കിതിൽ നിന്നും 2 പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു പീസ് 30 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയും, ഒരു പീസ് 35 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയുമാണ് വേണ്ടത്. എൻവലപ്പ് പില്ലോ കവർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പീസ് 35 ഇഞ്ച് നീളത്തിൽ നമ്മൾ എടുത്തത്. അതായത് 5 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വയ്ക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് യോക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിനുശേഷം ഇവിടെ നിന്നും 20 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. ഇനി ഇതിൽ നിന്നും എങ്ങനെയാണ് തുണി കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ആവശ്യമില്ലാത്ത ഈ സ്റ്റിച്ചസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ യോക്ക് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡൊക്കെ അല്പം വളവിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ച് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ലൈനിൽ നിന്ന് നമുക്ക് 20 ഇഞ്ച് അടയാളപ്പെടുത്താം. നമ്മൾ തുണി മടക്കിയിട്ട ശേഷം 10.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് നമുക്ക് ആക്ച്വലി 20 ഇഞ്ചാണ് വേണ്ടത്. സീം അലവൻസ് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് വേണ്ടതാണ് 20 ഇഞ്ച്. അപ്പോൾ 10.5 ഇഞ്ച് എടുക്കണം. ഈ അളവിലെടുക്കുന്ന പില്ലോ കവർ ഡബിൾ കോട്ടിന് കറക്റ്റ് അളവായിരിക്കും. നല്ല വലിപ്പമുള്ള പില്ലോയാണിത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീതി 20 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നീളം 2 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു പീസ് 30 ഇഞ്ചും ഒരു പീസ് 35 ഇഞ്ചുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഫ്ലീറ്റിൻ്റെ ഈ ഫോൾഡിംഗ് എല്ലാം മാറുന്നതിന് കട്ട് ചെയ്ത ശേഷം നല്ല ചൂടിലൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് പില്ലോയുടെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലുള്ള പില്ലോയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിനഫോറിൽ നിന്നും പില്ലോ കവറിനുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തു. വളരെ ഈസി ആയിരുന്നില്ലേ? അടുത്ത് നമുക്ക് ഈ ചുരിദാറിൻ്റെ എംബ്രോയ്ഡറി ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എംബ്രോയ്ഡറി വർക്കുകളുള്ള പഴയതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതോ ആയ സാരി, ചുടി, ഗൗൺ ഏതുമാകട്ടെ ഇതുപോലെ യൂസ്ഫുള്ളാക്കി മാറ്റാം. ആദ്യം നമുക്ക് ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എംബ്രോയ്ഡറിക്ക് ഡാമേജ് വരാതെ ഒരു 4 ഇഞ്ച് വിട്ട് ശ്രദ്ധയോടെ കട്ട് ചെയ്തെടുക്കണം. ഇത് പഴയൊരു ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇങ്ങനെയുള്ളതൊന്നും ഇനി ആരും കളയരുത് കേട്ടോ. എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്കിതിൽ നിന്നും 2 എംബ്രോയ്ഡറി ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 2 പില്ലോ കവർ എനിക്ക് തയ്ക്കാൻ പറ്റും. നമ്മൾ ഈ എംബ്രോയ്ഡറി വർക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 4 ഇഞ്ച് വിട്ടിരുന്നു. അതെന്തിനാണെന്നറിയാമോ? ഇതിൻ്റെ എഡ്ജസൊക്കെ ഇതുപോലെ ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ അരികൊക്കെ എഴുന്നു വരാൻ ചാൻസ് ഉണ്ട്. പില്ലോ കവറൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും സെറ്റോടെ 2 എണ്ണം തയ്ക്കുന്നതാണ്, അതായത് ഒരുപോലെ തയ്ക്കുന്നതാണ് ഭംഗി. എൻ്റെ കയ്യിൽ ഒരു പിനഫോറും കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം തയ്ക്കുന്നുണ്ട്. ഒരു പില്ലോ കവറിന് നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൽ ലെങ്തി ആയിട്ടുള്ള പീസിലാണ് ഈ മോട്ടീഫ് വെച്ച് കൊടുക്കേണ്ടത്. അതായത് 35 ഇഞ്ച് ലെങ്ത്തുള്ള പീസില്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോൾ 2 മോട്ടീഫ് ഉള്ളതുകൊണ്ട് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം റൈറ്റ് സൈഡിലുമാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എംബ്രോയ്ഡറി വർക്ക് ഇതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ പില്ലോ കവറിൻ്റെ അരികൊക്കെ തയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാകും. തയ്ച്ചതിന് ശേഷം എംബ്രോയ്ഡറി വർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഫിക്സ് ചെയ്യുന്നതിന് പില്ലോ കവറിൻ്റെ ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും 5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് കോർണർ സൈഡിൽ സ്ലാൻഡിങ് ആയിട്ട് വേണം ഇത് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പില്ലോ കവറിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് ഫിക്സ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. മെഷീനിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് തയ്ച്ചെടുക്കണം. അതിനു മുൻപ് നമുക്കിത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത ശേഷം മെഷീനിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് തയ്ച്ചെടുക്കണം. അതിനായിട്ട് സെയിം നൂല് തന്നെ ഉപയോഗിക്കണം കേട്ടോ.
വളരെ ശ്രദ്ധിച്ച് തയ്ച്ചെടുത്താൽ നമ്മൾ മോട്ടീഫ് വെച്ച് പിടിപ്പിച്ചതാണെന്നേ തോന്നുകയില്ല. ഇതിൽ എംബ്രോയ്ഡറി തയ്ച്ചതാണെന്നേ തോന്നുകയുള്ളൂ. ഇങ്ങനെയൊരു ഡിസൈൻ കട്ട് ചെയ്തെടുത്ത് മറ്റൊരു തുണിയിൽ വെച്ച് പിടിപ്പിക്കുന്നതിനൊരു പേരുണ്ട് കേട്ടോ. അതിനാണ് ആപ്ലിക് വർക്ക് എന്നാണ് അതിന് പറയുന്നത്. ആപ്ലിക് വർക്കിനുള്ള ഡിസൈൻ മാർക്കറ്റിൽ തനിയെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതുപോലെ തയ്ച്ചെടുക്കുന്നതുമുണ്ട്. കൂടാതെ ഡിസൈൻ തുണിയുടെ മുകളിൽ വെച്ചിട്ട് റിവേഴ്സിൽ നമ്മൾ അയൺ ചെയ്യണം. അപ്പോൾ അത് ഫിക്സ് ആകുന്ന തരത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഡിസൈൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങേണ്ടതില്ലല്ലോ. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതേയുള്ളൂ. ഇപ്പോൾ നമ്മൾ 2 പീസിലും ആപ്ലിക് വർക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു പീസിൽ റൈറ്റ് സൈഡിലും ഒരു പീസിൽ ലെഫ്റ്റ് സൈഡിലുമാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് 2 പില്ലോ കവർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആപ്ലിക് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ സൈഡ് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം. ഇപ്പോൾ നമ്മൾ സൈഡ് തയ്ച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ 4 വശവും തയ്ച്ചെടുക്കണം. അതിന് ഡിസൈനുള്ള ഭാഗവും മറ്റേ പീസിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വയ്ക്കുക. അതിനുശേഷം എക്സസ് ഉള്ള നമ്മളൊരു 5 ഇഞ്ച് വിട്ടിരുന്നല്ലോ, അത് ഇതുപോലെ ഒന്ന് വെളിയിലേക്ക് ഫോൾഡ് ചെയ്ത് മടക്കുക. ഇനി നമുക്കിതിൻ്റെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 സൈഡും നമ്മൾ 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾവശം നമുക്ക് വെളിയിലേക്കാക്കണം. അതായത് നമ്മുടെ നല്ല വശം ഉണ്ടല്ലോ, ഡിസൈനുള്ള ഭാഗം നമ്മൾ ഉള്ളിലാക്കിയാണല്ലോ തയ്ച്ചിരുന്നത്, ഇത് വെളിയിലേക്കാക്കിയെടുക്കുക. കോർണർ സിസർ ഉപയോഗിച്ച് നമുക്കൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. റിവേഴ്സ് എടുത്ത ശേഷം 3 സൈഡും 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി ഒരു ബോർഡർ പോലെ നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കണം. കോർണർ വരുമ്പോൾ പ്രഷർ ഫുട്ട് ഉയർത്തി തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ല ഷേപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് മാർജിൻ വെച്ച് 3 സൈഡും ഒരു ബോർഡർ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എൻവലപ്പ് പില്ലോ കവർ കംപ്ലീറ്റ് ആയി. ഇതുപോലെ തന്നെ ഒരു സാരിയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ഒരു എംബ്രോയ്ഡറി വർക്കാണിത്. ഇതുകൊണ്ട് ഞാൻ 3 പില്ലോ കവറാണ് ഉണ്ടാക്കിയത്. സാധാരണ പില്ലോ കവർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. എന്നാൽ പഴയ എംബ്രോയ്ഡറി ഡിസൈൻസും പഴയ യൂണിഫോമും ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ പില്ലോ കവർ മാത്രമല്ല കേട്ടോ, സാരി, ഗൗണ്, ചുരിദാർ ടോപ്പ്, അങ്ങനെ എല്ലാത്തരം ഡ്രസ്സിലും നമുക്ക് ആപ്ലിക് വർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അണ്ടിൽ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.